കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയ പാസ്റ്റർ സാം, ചർച്ചിലെ വിശ്വാസികൾ എല്ലാവരെയും കാണുന്നതിൽ സന്തോഷം. പാട്ടുകൾ പാടിയ ബ്രദർ പോളിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ പാട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ആ പാട്ട് പാടിയപ്പോൾ എനിക്ക് തോന്നി എനിക്ക് പ്രായം ഒത്തിരിയായി, കാരണം ആ പിച്ചിലൊന്നും പാടാൻ എനിക്ക് പറ്റുന്നില്ല. കർത്താവ് സഹായിക്കട്ടെ. ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. പാസ്റ്റർ സാം പറഞ്ഞതുപോലെ തൃശ്ശൂരായിരുന്നപ്പോൾ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലും ICPF-നോടുള്ള ബന്ധത്തിലും അനേക സമയങ്ങൾ ഒരുമിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് സമയം തന്നു. വിശേഷാൽ പാസ്റ്റർ സാമിന്റെ പിതാവ് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സഭയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി വെറുതെ ഇങ്ങനെ ഇരുന്ന് പാട്ടുകൾ പാടുവാൻ. പാസ്റ്റർ സാം കീബോർഡ് വായിക്കും, ഞങ്ങൾ പാട്ടുകൾ പാടും. അങ്ങനെ ഒത്തിരി സമയം ആ വീട്ടിൽ പലപ്പോഴും കടന്നു ചെല്ലാനും ഒരുമിച്ച് കൂട്ടായ്മ ആചരിപ്പാനും ഒക്കെ കർത്താവ് സഹായിച്ചു. അന്നേ തൻ്റെ പിതാവിനെ വർഷിപ്പ് ലീഡിങ്ങിലൂടെയൊക്കെ സഹായിക്കുമെങ്കിലും ഒരിക്കലും ഒരു ഫുൾ ടൈം പാസ്റ്റർ ആകുമെന്ന് ഞാൻ അന്ന് ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതികൾ വലിയതാണല്ലോ. കർത്താവ് ഓരോ സമയത്തും തൻ്റെ മക്കളെ നടത്തുന്ന വഴികൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആ ദേശത്ത് കടന്നുപോയി കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കർത്താവ് ഈ കുടുംബത്തെ സഹായിക്കുന്നതുകൊണ്ട് സ്തോത്രം. തൻ്റെ പിതാവിൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ദൈവം ഒരുക്കുന്ന വഴികൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾ നേപ്പാളിൽ വന്നിട്ട് ഏകദേശം 10.5 വർഷമാകുന്നു. 11 വർഷം തികയുന്നു അടുത്ത ഓഗസ്റ്റിൽ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കർത്താവ് ഞങ്ങളെ അതിശയകരമായി നടത്തി എന്ന് വേണം പറയുവാൻ. ഞങ്ങൾ ആഗ്രഹിച്ചതോ ഞങ്ങൾ സ്വപ്നം കണ്ടതോ ആയ കാര്യങ്ങളൊന്നുമല്ല. ദൈവം അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി, അതിൽ നിന്നൊക്കെ ഉപരിയായി കർത്താവ് ഞങ്ങളെ ഈ ദേശത്ത് നടത്തി. കർത്താവിന്റെ വേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ ഗ്രൂപ്പിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് ദൈവത്തിൻ്റെതായ ഒരു സമയമുണ്ട്. ദൈവം ദൈവിക സമയത്ത് നമ്മളെ തൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി പിടിച്ചിറക്കുന്ന ദൈവമാണ്. നമ്മുടെ ആരുടെയും സമയം കഴിഞ്ഞുപോയി എന്ന് ചിന്തിക്കരുത്. എനിക്ക് പ്രായമായല്ലോ, ഇനി എന്ത് ചെയ്യാനാണെന്നൊന്നും ചിന്തിക്കരുത്. ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ കർത്താവ് തൻ്റെ ഹിതത്തിനനുസരിച്ച് നമ്മളെ നടത്തും. ഒരു പാസ്റ്ററിന്റെ വീട്ടിൽ ജനിച്ചതുകൊണ്ട് ഒരിക്കലും ഒരു പാസ്റ്റർ ആകുവാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയല്ല ഞാൻ. എൻ്റെ പിതാവും മാതാവും കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ തൃശ്ശൂരിൽ നിന്ന് ഗുജറാത്തിൽ നിന്ന് തിരിച്ച് തൃശ്ശൂർ, അവിടെ നിന്ന് കുവൈറ്റ്, അങ്ങനെ പൈനിയറിംഗ് വർക്കുകൾ ചെയ്ത് നടക്കുമ്പോൾ വിവിധ രീതിയിലുള്ള പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ ശുശ്രൂഷയിൽ വന്നു. എൻ്റെ മാതാപിതാക്കൾ അതിനൊരു ഉദാഹരണം പറയായിരുന്നു. പണ്ട് നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന ഒരു കാലഘട്ടത്തിൽ UP-യിൽ, ഉത്തർപ്രദേശിൽ ഒരു ട്രെയിൻ ഇങ്ങനെ പോകുമ്പോൾ ഒരു വലിയ കാള ട്രെയിൻ ട്രാക്കിലുണ്ട്. അപ്പൊ ഈ കാളനെ കണ്ടിട്ട് ട്രെയിൻ ലോക്കോ പൈലറ്റ് ആ ട്രെയിൻ മാക്സിമം ബ്രേക്ക് ചെയ്ത് നിർത്താൻ ശ്രമിച്ചു. പക്ഷെ ഈ കാളയെ തട്ടി ആ ട്രെയിനിന്റെ 1-2 ബോഗി പാളം തെറ്റി. 1-2 ബോഗി പാളം തെറ്റി. ആരും മരിച്ചൊന്നുമില്ല. പക്ഷെ അടുത്ത ദിവസത്തെ ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ വന്നു, UP-യിൽ കാളയെ തട്ടി ട്രെയിൻ പാളം തെറ്റി, നരസിംഹറാവു രാജിവെക്കണം. UP-യിൽ ഏതോ ഒരു കാളയെ തട്ടി ട്രെയിൻ പാളം തെറ്റി നരസിംഹറാവു എന്ത് ചെയ്തു? എൻ്റെ മാതാവ് പറയുമായിരുന്നു, സഭാ ശുശ്രൂഷ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഏതോ കാളയെ തട്ടി
എവിടെയോ ട്രെയിൻ മറിഞ്ഞതിന് കുറ്റം മൊത്തം പാസ്റ്റർ. അപ്പൊ ഇത് കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പൊ ഞാൻ തീരുമാനിച്ചു കർത്താവിന്റെ വേല ചെയ്യാൻ ഞാനില്ല, ഈ പാസ്റ്ററൽ മിനിസ്ട്രി എന്നെ കൊണ്ട് പറ്റില്ല. എന്നാലും എനിക്കറിയാം ഞങ്ങളുടെ വീട്ടില് 2 പെൺമക്കൾക്ക് ശേഷം 1980കളുടെ ആരംഭങ്ങളിലൊക്കെ എൻ്റെ മാതാവ്, ആ സമയത്തുള്ള എല്ലാ മാതാക്കന്മാരും പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്, കർത്താവെ ഒരു ആൺകുഞ്ഞിനെ തരികയാണെങ്കിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തരാം. അന്നൊരു ട്രെൻഡായിരുന്നു ഈ പ്രാർത്ഥന. അപ്പോഴാണ് നമ്മൾ ജനിക്കുന്നത്. അപ്പോ ബൈ ഡിഫോൾട്ട് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ള ബൈ ഡിഫോൾട്ട്. എനിക്ക് ശേഷം എൻ്റെ ഒരു അനിയത്തി. അപ്പൊ 3 പെണ്ണും ഞാനൊരാണ്. അപ്പൊ ബൈ ഡിഫോൾട്ട് ചെറുപ്പം മുതലേ ഇതാണ് നമ്മൾ കേൾക്കുന്നത്, നീ കർത്താവിന്റെ വേല ചെയ്യണം ചെയ്യണം ചെയ്യണം. എന്നാൽ എനിക്കാണെങ്കിൽ ഒരാഗ്രഹവും ഇല്ല. പിന്നെ ഈ കർത്താവിന്റെ വേല ചെയ്യണമെങ്കിലൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ അങ്ങനെ ഒരു ആണല്ലോ വളരുന്നത്. ചർച്ചിനകത്ത് ഇങ്ങനെ അവസരങ്ങള്, ഇപ്പൊ പാസ്റ്റർ സാമിനെ പോലെയൊക്കെ ചെറുപ്പം മുതലേ സ്റ്റേജിൽ ഇങ്ങനെ കയറി. ഞാൻ എൻ്റെ 22ാമത്തെ വയസ്സ് വരെ സ്റ്റേജ് കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു കാരണം ഈ ചെറുപ്പം മുതലേ എനിക്ക് വിക്കിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പിയിലും ടീയിലും തുടങ്ങുന്ന അക്ഷരങ്ങൾ. അപ്പൊ പപ്പ എന്ന് പറയണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും. പപ്പ സമയമെടുക്കും. പിന്നെ നമ്മൾ ആരെ കണ്ടാലും ആദ്യം ചോദിക്കുന്ന മോന്റെ പേരെന്താ. അപ്പൊ വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. ഞാൻ ടോണി. സമയമെടുക്കും അത് പറയാം. അപ്പൊ പിയിലും ടീയിലുമാണ് ഈ പ്രോബ്ലം. അപ്പൊ അങ്ങനെ വന്നുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഈ പ്രസംഗമോ ഈ പുൾപിറ്റ് മിനിസ്ട്രിയോ എനിക്കുള്ളതല്ല. അതുകൊണ്ട് തന്നെ ചർച്ചിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞാൻ കിച്ചന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയായിരുന്നു. പുൾപിറ്റിൽ നിന്ന് വളരെയധികം ദൂരം മാറി സേഫ് സോണാണ് കിച്ചൺ. ഫുഡൊക്കെ ഉണ്ടാക്കി മാസ് യോഗങ്ങളൊക്കെ വന്നാൽ കിച്ചന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്നാൽ ആ കാലഘട്ടത്തിൽ 90കളുടെ അവസാനങ്ങളിലൊക്കെ ഒരു മോൻ ഒരു വീട്ടിലുണ്ടെങ്കിൽ അവൻ എഞ്ചിനീയർ ആകണം ആണല്ലോ, അങ്ങനെ ഒരു ട്രെൻഡായിരുന്നു. മോള് നേഴ്സ്, മോൻ എഞ്ചിനീയർ. അങ്ങനെ ബൈ ഡിഫോൾട്ട് ഞാനും എഞ്ചിനീയറിംഗിന് പോയി. കോയമ്പത്തൂരുള്ള കാരുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അറിഞ്ഞോ അറിയാതെയോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഞാനും പഠിച്ചു. എന്നാൽ 3ാം വർഷം കർത്താവ് എന്നോട് പറഞ്ഞു, നീ കർത്താവിന്റെ വേല ചെയ്യും. അപ്പൊ എനിക്കന്ന് ഒത്തിരി അരിയറൊക്കെ ഉണ്ട്. ഈ പ്രായത്തിലുള്ളവർക്കൊക്കെ അറിയാം, അരിയർ എന്ന് പറഞ്ഞ ബാക്ക് പേപ്പർ. അങ്ങനെ ഈ അരിയറൊക്കെ വന്ന്, അപ്പൊ 3rd ഇയർ ആയപ്പോഴത്തേനും മനസ്സിലൊരു ചിന്ത വന്നു, എന്തായാലും കർത്താവിന്റെ വേലയല്ലേ, ഇനിയിപ്പോ എന്തിനാ പഠിക്കുന്നത്. അങ്ങനെ ബാക്ക് പേപ്പേഴ്സ് വന്ന് ഫൈനൽ ഇയർ ആയപ്പോഴത്തേനും കർത്താവിന്റെ വേല ചെയ്തേ പറ്റൂ. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഒരു പരാജിതനായിട്ട് നാണം കെട്ട് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുവാൻ എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് കർത്താവ് എന്നെ ഈ എല്ലാ പേപ്പറിലും ഒന്ന് ജയിപ്പിക്കണം. എനിക്ക് എത്ര അരിയർ പേപ്പർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ എനിക്ക് ലജ്ജയൊന്നുമില്ല. ഫൈനൽ ഇയർ 8ാം സെമിസ്റ്റർ എല്ലാവരും തീരുമ്പോൾ എനിക്ക് 22 പേപ്പർ ഉണ്ട്. ഞാൻ അത്ര മണ്ടനൊന്നും അല്ലായിരുന്നു. എങ്കിലും എങ്ങനെയോ 22 പേപ്പർ വന്നു. ഞാൻ കർത്താവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവെ എന്നെ നീ പാസ്സാക്കണം. ഒറ്റ അറ്റംപ്റ്റിൽ കാരുണ്യ ചരിത്രത്തിൽ 22 പേപ്പർ എഴുതിയെടുത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കർത്താവ് എന്നെ സഹായിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം എന്നെ വിളിച്ചിരിക്കുക. പ്ലേസ്മെന്റുകളെല്ലാം വന്നു. എന്നാലും ഞാൻ പോയ പ്ലേസ്മെന്റ് ഒന്നും എനിക്ക് കിട്ടിയില്ല. ദൈവം എൻ്റെ വഴികളെല്ലാം അടച്ച് ഒരു വാതിൽ മാത്രം കർത്താവ് തുറന്നു. അത് ശുശ്രൂഷയുടെ വാതിലായിരുന്നു. അങ്ങനെ ഞാൻ യൂത്ത് വിത്ത് മിഷൻ എന്ന സംഘടനയോട് ചേർന്ന് അതിന്റെ ട്രെയിനിങ്ങിൽ പോയി. വൈവാമിന്റെ ട്രെയിനിങ്ങിൽ പോയവർക്കറിയാം, ആദ്യത്തെ 3 മാസം പഠിത്തവും പിന്നെ ഒരു 2 മാസം ഔട്ട്റീച്ചുമാണ്. ഔട്ട്റീച്ചിന് വേണ്ടി ഞങ്ങൾ കടന്നു പോകുന്നത് തിരുപ്പതിയിലാണ്. തിരുപ്പതി എന്ന് പറഞ്ഞാൽ അമ്പലങ്ങൾ നിറഞ്ഞ സ്ഥലം. ഞങ്ങളുടെ ടീം ലീഡർ എന്ന് പറയുന്നത് കണ്ണൂരുകാരനായ റോയ് ഞങ്ങളോട് പറഞ്ഞു, എല്ലാവരും പ്രസംഗിക്കണം. ഞാൻ റോയോട് പറഞ്ഞു, റോയ് എനിക്ക് അപ്പോഴും വിക്കുണ്ട്. ഞാൻ റോയോട് പറഞ്ഞു, റോയ് ഞാൻ നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ സ്ട്രീറ്റിൽ കൊറിയോഗ്രാഫി കളിക്കാം, റോഡിൽ ഞാൻ ഡാൻസ് ചെയ്യാം, ഞാൻ നാടകം ഞാൻ അഭിനയിക്കാം. അന്ന് ഞാൻ യേശുക്രിസ്തുവാണ് നാടകത്തിൽ. എന്നെ അവര് റോഡിൽ ഇടും,
എൻ്റെ ഡ്രസ്സ് അഴുക്കാവും, അവരെന്നെ ചവിട്ടും, ഇതൊക്കെ ഞാൻ റെഡിയാണ്. പക്ഷെ പ്രസംഗിക്കാൻ എന്നോട് പറയും. കാരണം ഞാൻ അന്നേ വരെ പുൾപിറ്റിൽ കയറിയിട്ട്. റോയ് പറഞ്ഞു, ഇല്ല, നമ്മുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അവസരം കൊടുക്കണം. അങ്ങനെ റോയ് എനിക്ക് അവസരം തന്നത് ഒരു ബസ് സ്റ്റാൻഡിൽ പ്രസംഗിക്കാനാണ്. അപ്പൊ ഞാൻ റോയോട് പറഞ്ഞു, അളിയ, എത്രയോ സഭകളിൽ നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു, നീ എനിക്ക് ബസ് സ്റ്റാൻഡിലാണല്ലോ അവസരം തന്നത്. ഈ ബസ് സ്റ്റാൻഡിൽ പ്രസംഗിച്ചാലുള്ള ഒരു കുഴപ്പം, നമ്മുടെ ഇൻട്രൊഡക്ഷൻ പറയുന്നവർ നമ്മുടെ കൺക്ലൂഷൻ കേൾക്കത്തില്ല, അടുത്ത ബസ് വരുമ്പോൾ അവർ കയറിപ്പോകും. നമ്മുടെ കൺക്ലൂഷൻ കേൾക്കുന്നവർ ഇൻട്രൊഡക്ഷൻ കേൾക്കത്തില്ല. അങ്ങനെ ആകെപ്പാട് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം. എന്നാൽ ഞാൻ അവിടെ മൈക്ക് പിടിച്ച് ആദ്യമായിട്ട് എൻ്റെ ട്രാൻസ്ലേറ്റർ, ഒരു ആന്ധ്രക്കാരി തൃഷ്ണ, അവിടെ നിന്ന് ഞാൻ ആ മൈക്കിൽ ഹല്ലേലൂയ എന്നുറക്കെ പറഞ്ഞ് ഞാൻ ആ പ്രസംഗം ആരംഭിക്കുമ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്ന എൻ്റെ വിക്കിന്റെ അവസ്ഥകൾക്ക് കർത്താവ് വിടുതൽ തന്നു. 22-ാമത്തെ വയസ്സിൽ കർത്താവ് എന്നെ അതിൽ നിന്ന് സൗഖ്യമാക്കിയതാണ്. കർത്താവിനോട് പറഞ്ഞു, ഒരു ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനും ഒരു പ്രാസംഗികനുമായിട്ട് ഞാൻ നിന്നെ വിളിച്ചിരിക്കുക. അപ്പൊ കാരുണ്യയിലൊക്കെ ഒത്തിരി അവസരങ്ങളുണ്ടായിരുന്നു. കാരുണ്യയിലും ഓരോ ഹോസ്റ്റലിന്റെ ഓരോ ഫ്ലോറിലും മീറ്റിംഗ് ഉണ്ട്. ഞാൻ ആ 4 വർഷം ഒരു മീറ്റിങ്ങിനോ ഒരു പ്രയറിനോ പോയിട്ട് ഒരു പാസ്റ്റർ ആകുവാനുള്ള അനേക അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്നൊക്കെ തെന്നി മാറി ഉഴപ്പി നടന്നു. അതുകൊണ്ട് ഉഴപ്പന്മാരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ട്, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഭാരപ്പെടേണ്ട. കർത്താവിന്റെ സമയമാകുമ്പോൾ കർത്താവ് നമ്മെ വലങ്കരം പിടിച്ച് മറ്റുള്ളവർ ആശ്ചര്യം കൂർമാറും കർത്താവ് നമ്മളെ ഇറക്കും. ബലഹീനതകളുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ട്, എനിക്ക് കർത്താവെ കഴിവില്ലല്ലോ, മിടുക്കില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ ഭാരപ്പെടേണ്ട. നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നും കർത്താവിന് ആവശ്യമില്ല. കർത്താവിന് ആവശ്യം നമ്മുടെ അവൈലബിലിറ്റിയാണ്. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മെ സഹായിക്കും. എൻ്റെ അനുഭവങ്ങളൊന്നും നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് പ്രസംഗിക്കുന്ന 22-ാം വയസ്സിലാണെന്ന് പറയുന്നതിൽ ഒരു തെറ്റുണ്ട്. കാരണം 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു അവസരം കിട്ടി. ഞാനത് എല്ലായിടത്തും പറയും. 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ചർച്ചിലെ സെക്രട്ടറി വന്ന് പറഞ്ഞു, മോനെ, എല്ലാവരും നിന്റെ പ്രായത്തിൽ പ്രസംഗിച്ചു കഴിഞ്ഞു, നീ പാസ്റ്ററുടെ മോനായിട്ട് ഇന്ന് വരെ പ്രസംഗിച്ചില്ല. അപ്പൊ ഒരു വീട്ടിലെ മീറ്റിംഗ് ആണ്, പട്ടിക്കാട്, തൃശ്ശൂർ പട്ടിക്കാടിന് കഴിഞ്ഞ് മഞ്ഞക്കുന്ന് എന്ന് പറയുന്ന ആ സ്ഥലത്തിന്റെ അടുത്ത്. അപ്പൊ ഒരു ഇരുണ്ട വെളിച്ചത്തിലാണ് അന്നത്തെ യൂത്ത് മീറ്റിംഗ് നടക്കുന്നത്. എനിക്ക് പ്രസംഗിക്കാൻ അവസരം തന്നു. ഞാൻ എൻ്റെ പപ്പയോട് പറഞ്ഞു, ഒരു പ്രസംഗം എഴുതരാൻ. പപ്പ തന്നില്ല. മമ്മിയോട് പറഞ്ഞു, മമ്മി എഴുതണം. മമ്മി ഒരു പ്രവാചകിയൊക്കെയാണ്. ഒരു പ്രസംഗം എഴുതുന്നു, ലൂക്കോസ് 5:3. ആ പടകുകളിൽ ശിമോനുള്ളതായി ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അപേക്ഷിച്ചു. ഞാനത് കാണാതെ പഠിച്ചു. ഞാൻ ഉറക്കത്തിൽ എന്നോട് ചോദിച്ചാലും എനിക്ക് ആ പ്രസംഗം മുഴുവനും അറിയും. അങ്ങനെ ആ ദിവസം വന്നു. ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രസംഗിക്കാൻ കയറി. ഞാൻ അഭിസംബോധന ചെയ്തു. ഞാൻ പറഞ്ഞു, ലൂക്കോസ് 5:3, ആ പടകുകളിൽ ശിമോനുള്ളതായി ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അപേക്ഷിച്ചു. അത് പറഞ്ഞത് വേണ്ട, മൈൻഡ് ബ്ലാങ്ക്. ഞാൻ ആ പഠിച്ചതെല്ലാം ഞാൻ മറന്നു. നമ്മൾ പാസ്റ്റർമാരുടെ മക്കളല്ലേ, പിടിച്ചു നിൽക്കാൻ അറിയാം. ഞാൻ പറഞ്ഞു, ലൂക്കോസ് 5:3, ആ പടകുകളിൽ ശിമോനുള്ളതായി ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം. ഞാൻ ഓർത്ത് 2 പ്രാവശ്യം പറയുമ്പോഴത്തേനും ഈ പ്രസംഗം മൊത്തം വരും മനസ്സിൽ. വന്നില്ല. ഞാൻ പറഞ്ഞു, ആ പടകുകളിൽ ശിമോനുള്ളതായി ഒന്നിൽ അവൻ കയറി എന്ന് 3-ാമത്തെ വട്ടം പറഞ്ഞപ്പോഴത്തേനും എൻ്റെ അപ്പൻ എൻ്റെ അടുത്തേക്ക് ഇരിക്കുകയാണ്. എൻ്റെ അപ്പൻ മരിച്ചുപോയി, കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. അദ്ദേഹത്തിനായി സ്തോത്രം. ആവശ്യമില്ലാതെ ഞങ്ങളുടെ പിള്ളേരെ സ്വന്തം മക്കളാണെങ്കിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സ്വഭാവം അപ്പൻ അന്നില്ല. ഇത് 3-ാമത്തെ പ്രാവശ്യം കേട്ടപ്പോൾ അപ്പൻ എൻ്റെ കാലിൽ തട്ടി പറഞ്ഞു, പത്രോസ് പടക് നീക്കി അങ്ങ് ആഴക്കടലിലെത്തി, മോൻ പോയി ഇരുന്നോളാം പറഞ്ഞു. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ. അന്ന് ഞാൻ നിർത്തിയതാണ്. പിന്നെ ഞാൻ പ്രസംഗിക്കുന്ന 22-ാമത്തെ വയസ്സിലാണ്. ദൈവമക്കളെ, ഞാൻ പ്രാരംഭത്തിൽ പറയട്ടെ, നിങ്ങൾക്ക് ഒരു പക്ഷേ പ്രസംഗിക്കാൻ അറിയത്തില്ലായിരിക്കാം, മുട്ട് വിറയ്ക്കുന്നുണ്ടാകാം, സ്റ്റേജിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കാൽമുട്ടൊക്കെ വിറയ്ക്കുന്നുണ്ടാകും, കൈ വിറയ്ക്കും. ഇതൊന്നും ദൈവത്തിനൊരു പ്രശ്നമല്ല. കർത്താവ് നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ നമുക്ക് വേണ്ടി പാത വെട്ടി നിരപ്പാക്കി നമുക്ക് മുമ്പിലുള്ള മലകളെ ഇടിച്ചു നിരത്തി അവൻ നമുക്ക് വേണ്ടി വഴികളെ ഒരുക്കുന്ന ദൈവം. ആമേൻ. ദൈവം നമ്മളിൽ ഒരു പ്രവൃത്തി കണ്ടിട്ടുണ്ടെങ്കിൽ അത് ദൈവം തികയ്ക്കുന്ന ദൈവമാണെന്ന്
പ്രാരംഭത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ദൈവവചനത്തെ ചിന്തകളിലേക്കും നേപ്പാളിന്റെ അനുഭവങ്ങളിലേക്കും ഒക്കെ നമുക്ക് പ്രവേശിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 16 അധ്യായം അതിന്റെ 9 വാക്യം ഞാൻ തന്നെ വായിക്കുന്നു. 1 കൊരിന്ത്യർ 16 അധ്യായം 9 വാക്യം. എനിക്ക് വലിയതും സഫലമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തന്റെ 3-ാം മിഷണറി യാത്രയിൽ എഫെസോസ് എന്ന പട്ടണത്തിൽ താനായിരിക്കുമ്പോൾ എഫെസോസിലുള്ള മൂപ്പന്മാർക്കൊക്കെ ഒരു ഫെയർവെൽ മെസ്സേജ് അപ്പോസ്തല പ്രവൃത്തി 20 താൻ കൊടുക്കുന്നു. അതിനൊക്കെ മുൻപ് എഫെസോസിൽ ഏകദേശം 3-3.5 വർഷക്കാലം ആയിരിക്കുന്ന സമയത്ത് കൊരിന്തിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി എഴുതുന്ന ലേഖനമാണ് 1 കൊരിന്ത്യർ ലേഖനം. അപ്പോൾ എഫെസോസിൽ ഇരുന്നുകൊണ്ട് പൗലോസ് പറയുകയാണ്, 8-ാം വാക്യം, എഫെസോസിൽ ഞാൻ പെന്തക്കോസ്ത് വരെ പാർക്കും. എന്തുകൊണ്ട്? കാരണം എനിക്ക് വലിയതും സഫലമായൊരു വാതിൽ തുറന്നിരിക്കും, എതിരാളികളും പലരുണ്ട്. ഗോഡ് ഹാസ് ഓപ്പൺഡ് എ ഗ്രേറ്റ് ആൻഡ് എഫക്റ്റീവ് ഡോർ. കാനഡയിലുള്ള ചർച്ചിനോടും നേപ്പാളിലുള്ള ചർച്ചുകളോടും ഇന്ത്യയിലുള്ള ചർച്ചുകളോടും കർത്താവിന് ഈ കാലഘട്ടത്തിൽ പറയുവാനുള്ളത്, ദൈവം നമുക്ക് വേണ്ടി വലിയ ഒരു വാതിൽ തുറന്നു. വലിയ വാതിലിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? വലിയ വാതിൽ എന്ന് പറഞ്ഞാൽ, ചെറിയ വാതിലാണെങ്കിൽ നമ്മളിങ്ങനെ സൈഡ് ചരിഞ്ഞൊക്കെ കയറണം. ചില സ്ഥലങ്ങളിൽ ചെറിയ വാതിലാണ്, ഇങ്ങനെ സൈഡ് ചരിഞ്ഞ. വലിയതും വിശാലവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കയറാൻ പറ്റും, എത്ര പേർക്ക് വേണമെങ്കിലും കയറാവുന്ന വലിയ വാതിൽ. വലിയ ഈ ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ ഒക്കെ വാതിൽ പോലെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരുമിച്ച് കയറാവുന്ന ഒരു വാതിൽ ദൈവസഭയ്ക്ക് വേണ്ടി കർത്താവ് തുറന്നു. ഇന്നത്തെ ആലോചന കാനഡയിലുള്ള ചർച്ചിന് വേണ്ടി മാത്രമല്ല, നേപ്പാൾ ചർച്ചിന് വേണ്ടി ഞാൻ ഏറ്റു. കർത്താവ് നമുക്ക് വേണ്ടി വലിയൊരു വാതിൽ തുറന്നിരിക്കുന്നു. ആ തുറന്ന വാതിൽ കാണുവാൻ കർത്താവെ എൻ്റെ അകക്കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് നാം ദൈവത്തോട്. US സെന്റർ ഫോർ വേൾഡ് മിഷൻ ഒരു കണക്ക് പുറത്തു വിട്ടത്, AD 30 40,000 പേർക്ക് ഒരു ക്രിസ്ത്യൻ വിശ്വാസിയാണ്. 1990 വന്നപ്പോൾ 100 പേർക്ക് ഒരു വിശ്വാസം എന്ന കണക്ക്. എന്നാൽ ഇന്ന് 10 പേർക്ക് ഒരു വിശ്വാസി എന്ന കണക്ക്. നേപ്പാളിന്റെ കഥ പറയുകയാണെങ്കിൽ 1950കളിൽ രാജഭരണമൊക്കെ ഉണ്ടായിരുന്നു. വിരലിലെണ്ണാവുന്ന 15-ൽ താഴെ ക്രിസ്ത്യാനികൾ മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അനേകർ പട്ടിണി കടന്നു, അനേകർ ജയിലിൽ കടന്നു, വളരെ കഷ്ടത അനുഭവിച്ചു. എന്നാൽ 1990-ൽ രാജഭരണം മാറി ഡെമോക്രസി വന്നപ്പോൾ ഇന്ത്യയിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും വലിയതും വിശാലമായ ഒരു വാതിൽ നേപ്പാളിലേക്ക് തുറന്നു. അതിനു മുൻപ് ഡാർജിലിംഗ് ബോർഡറുകളിലൊക്കെ ഇരുന്നു കൊണ്ട് വിശ്വാസികൾ പ്രാർത്ഥിക്കുമായിരുന്നു, പ്രഭു ഹൊലിദിനോസ്, കർത്താവേ വാതിലുകൾ തുറക്കട്ടെ. 1990-ലാണ് ആ വാതിൽ തുറന്നത്. എന്നാൽ തുറന്നു കഴിഞ്ഞപ്പോൾ ആ തുറന്ന വാതിൽ ചെറിയ വാതിലല്ല, വിശാലമായ വാതിൽ. ഇത് 7 സ്റ്റേറ്റ്സും 77 ജില്ലകളിലും ആയിട്ട് എത്ര സഭകളുണ്ടെന്ന് ചോദിച്ചാൽ ആർക്കും അറിയാം. ഏകദേശം 20 തൊട്ട് 25 ലക്ഷം വരെ ക്രിസ്ത്യാനികൾ ഈ ദേശത്തുണ്ട്. സ്തോത്രം. ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ചർച്ചാണ് നേപ്പാൾ. ദ ഹാർവെസ്റ്റ് ഇസ് പ്ലെന്റിഫുൾ. ഞാൻ സഭയോട് പലപ്പോഴും പറയാറുള്ളത്, ദൈവം വാതിൽ തുറന്നിട്ടിട്ടുണ്ട്, നമ്മൾ അതിലൂടെ ഒന്ന് നടന്ന് കയറിയാൽ കർത്താവ് തുറന്നിരിക്കുകയാണ്. വിശാലമായ വാതിൽ കർത്താവ് തുറന്നിരിക്കും. നിങ്ങൾ മുസ്ലിംസിന്റെ ഇടയ്ക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ അതിന് മുസ്ലിംസിന്റെ ഇടയ്ക്ക് വർക്ക് ചെയ്യുന്ന ഒത്തിരി പ്രവർത്തനങ്ങളുണ്ട്. ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് നൈബേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി. അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിംസിന്റെ ഇടയ്ക്ക് ദൈവം വലിയതും വിശാലമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു.
ഈ സൂം മീറ്റിംഗ് റെക്കോർഡഡ് ആയിട്ട് പല കാര്യങ്ങളും എനിക്ക് പറയുവാൻ സാധിക്കും. ദൈവം എത്രയോ രാജ്യങ്ങൾ, എൻ്റെ ഒന്ന് രണ്ട് സ്നേഹിതർ അവിടെ വർക്ക് ചെയ്യും. അവരൊക്കെ വളരെ രഹസ്യമായി കർത്താവിന്റെ വേല ചെയ്യുന്നത്. അഫ്ഗാനിസ്ഥാനിൽ രഹസ്യമായി കർത്താവിന്റെ വേല ചെയ്യുന്നു. അവർക്കൊന്നും പബ്ലിക്കായിട്ട് സുവിശേഷം പറയുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ദൈവം അഫ്ഗാനിസ്ഥാനിൽ വാതിലുകൾ, ഇറാന്റെ കാര്യം ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യം, ദൈവം വിശാലമായ ഒരു വാതിൽ തുറന്നിരിക്കും. ഇപ്പൊ കാനഡയിലുള്ള നമുക്ക് എന്താണ് അതിന്റെ ഒരു അപ്ലിക്കേഷൻ? ബൈബിൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. ഡയസ്പോറിക് മിഷൻ, മിഷൻ ഇൻ ഡയസ്പോറ. ഡയസ്പോറ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സ്വന്തം ദേശം വിട്ട് അന്യദേശത്ത് എന്ന് പാർക്കുന്നവര് ഡയസ്പോറിക് പീപ്പിൾ എന്ന് പറയും. അത് ബിബ്ലിക്കൽ കോണ്ടെക്സ്റ്റിൽ, ഏൻഷ്യൻ നിയർ ഈസ്റ്റ് കൾച്ചറിൽ ഡയസ്പോറിക് ജ്യൂസ് എന്ന് പറയുമായിരുന്നു. എന്ന് വെച്ചാൽ ഇസ്രായേൽ വിട്ട് ഇസ്രായേൽ അല്ലാത്ത സ്ഥലങ്ങളിൽ പോയി പാർക്കുന്ന യഹൂദന്മാർ, ഇവരായിരുന്നു ഡയസ്പോറ. ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി, ബാബിലോണിയൻ പ്രവാസത്തിലേക്ക് പോയവർ, അവർ ഡയസ്പോറിക് ജ്യൂസ് എന്ന് വെച്ചാൽ പ്രവാസത്തിൽ കഴിയുന്നവർ. ഡയസ്പോറിക് പീപ്പിൾ, പ്രവാസികളുടെ ഇടയ്ക്ക് വലിയൊരു വാതിൽ ദൈവം തുറന്നിരിക്കും. അത് ഇന്നോ ഇന്നലെയോ തുറന്നതല്ല, വർഷങ്ങൾക്ക് മുമ്പ് തുറന്നത്. മിഡിൽ ഈസ്റ്റിൽ, ഞങ്ങൾ കുവൈറ്റിലായിരുന്നപ്പോൾ ഞങ്ങൾ ഈ ക്യാമ്പുകളിൽ പോകുമായി, എല്ലാ ദിവസവും ക്യാമ്പുകളിൽ മീറ്റിംഗ്. കേരളത്തിൽ രക്ഷിക്കപ്പെടാത്ത എത്രയോ പേർ മിഡിൽ ഈസ്റ്റിലുള്ള ക്യാമ്പുകളിൽ വന്ന് രക്ഷിക്കപ്പെട്ടു. യേശുവിനെ അവർ നാട്ടിൽ വെച്ച് യേശുവിനെ അറിഞ്ഞില്ല. എന്നാൽ ജോലിയോടുള്ള ബന്ധത്തിൽ അവർ കുവൈറ്റ്, ദുബായിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വന്ന് യേശുവിനെ അവർ അറിഞ്ഞ് അവരെന്ത് ചെയ്തു? അവർ തിരിച്ച് നാട്ടിൽ വന്ന് അവരുടെ വീട്ടിലുള്ള എല്ലാവരോടും സുവിശേഷം പറഞ്ഞു അവരുടെ വീട്ടിലുള്ളവരെ മുഴുവൻ യേശുവിലേക്ക് നടത്തിയ എത്രയോ ആയിരക്കണക്കിന് കഥകൾ നാം കേട്ടു, ആയിരക്കണക്കിന് അനുഭവങ്ങൾ. ഡയസ്പോറ എന്നും തുറന്നു കിടക്കുന്ന ഒരു ഫീൽഡ്. കർത്താവ് നിങ്ങളെ ആ പട്ടണത്തിൽ അയച്ചിട്ടുണ്ടെങ്കിൽ പണം ആണല്ലോ നമ്മൾ അവിടെ പോയിരിക്കുന്നത്. നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടാകുക, നമ്മുടെ മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുക, ഇതിനു വേണ്ടിയൊക്കെ ആണല്ലോ പോയിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം മറക്കരുത്, ഈ പ്രവാസത്തിൽ, ഈ അന്യദേശത്ത് കർത്താവ് എന്നെ വിട്ടിട്ടുണ്ടെങ്കിൽ ഈ ദേശത്ത് ദൈവം എനിക്ക് വേണ്ടി വലിയതും വിശാലമായൊരു പാത വൈശൽ ഘടകം അവ ആ ദൂത് ഏറ്റെടുക്കും. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ഈ ദേശത്ത് വന്നത്, കർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, സഭയിലൂടെ കർത്താവ് വലിയ വച്ചു. ഡു നോട്ട് ലിമിറ്റ് യുവർ സെൽഫ് ടു എത്നിക് കമ്മ്യൂണിറ്റി. നമ്മൾ മലയാളികളാണ്, മലയാളികളുടെ ഇടയ്ക്ക് മാത്രമേ വർക്ക് ചെയ്യൂ എന്നൊന്നും വാശി പിടിക്കരുത്. പ്രൈസ് ദി ലോർഡ്. തുറന്ന മനസ്സോടെ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ, തുറന്ന ചിന്താഗതിയോടെ ആയിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, പല രാജ്യക്കാരുടെ ഇടയിൽ ഹല്ലേലൂയ കർത്താവ് നിങ്ങളുടെ പ്രവർത്തനത്തെ വ്യാപിക്കും. എനിക്കറിയാം, ഒരു കനേഡിയൻ ചർച്ചിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളായിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ഭാഷയ്ക്കപ്പുറം ചിന്തിക്കുക. ഞാൻ പറയട്ടെ, കേരളത്തിൽ നിന്ന് എത്രയോ ഭാഷമാര് നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി. ഞങ്ങളും ഗുജറാത്തിന്റെ തലസ്ഥാനമായ ഗാന്ധിനഗറിലുണ്ട്. എന്നാൽ നമുക്കൊക്കെ പറ്റിയൊരു പരാജയം പറയാതിരിക്കാൻ പറ്റും. അത് എൻ്റെ പിതാവും ഗാന്ധിനഗറിൽ പോയെങ്കിലും ഞാൻ ഇന്ന് തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ എത്രയോ വലിയ മണ്ടത്തരമാണ് കാണിച്ചത്. ഗുജറാത്തിന്റെ തലസ്ഥാനമായ ഗാന്ധിനഗറിൽ പോയിട്ട് നമ്മൾ അവിടെ മലയാളം ചർച്ച, തെറ്റ്. ഗാന്ധിനഗറിൽ പോയി ഒരു മലയാളം ചർച്ച സ്ഥാപിക്കേണ്ട ആവശ്യം, ഗാന്ധിനഗറിൽ പോയി അവിടെ ഒരു ഗുജറാത്തി ചർച്ചയായിരുന്നു സ്ഥാപിക്കേണ്ടത്. അന്ന് ഞങ്ങൾ അഭിമാനിച്ചു. എൻ്റെ പിതാവ് ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ 20, 25, 30 പേരൊക്കെ ഉള്ളൂ. എന്നാൽ അവിടുന്ന് 5 വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ 85 പേരുണ്ട്. അത് ഞങ്ങൾക്ക് വലിയ അഭിമാനമായിരുന്നു. 5 വർഷം അവിടെ ഇരുന്ന് 25-ൽ നിന്ന് 85 ആക്കി. എന്നാൽ ഞാൻ പറയുന്നു, അവിടെ ഒരു ഗുജറാത്തി ചർച്ചയായിരുന്നു തുടങ്ങിയെങ്കിൽ ആ 25-നെ ദൈവം 850 പറയുന്നു. നമ്മുടെ പാസ്റ്റർമാരെല്ലാം നോർത്ത് ഇന്ത്യക്ക് ഞാൻ വളരെ ബഹുമാനത്തോടെ അവരെ ഓർക്കും. ഞാൻ അവർക്കൊന്നും എതിരല്ല. എന്നാൽ
നമ്മുടെ ഇവിടുന്ന് പോയവരെല്ലാം മലയാളം ചർച്ചുകൾ സ്ഥാപിക്കുന്നതിന് പകരം ഹിന്ദി സഭകൾ സ്ഥാപിച്ചായിരുന്നു. അതാണ് ഡയസ്പോറ. ദൈവം നമ്മളെ ഒരു ദേശത്തേക്ക് വിടുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ നാട്ടിൽ നിന്ന് ഞാനും അനുഭവിക്കും ഇവിടെ വന്ന് ഇവിടെ ഒരു മലയാളം ചർച്ച തുടങ്ങിയായിരുന്നെങ്കിൽ മുമ്പേ പരാജയപ്പെട്ടു പോയ, ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നേപ്പാളി ചർച്ച് തുടങ്ങിയുകൊണ്ട് ചർച്ചിനെ ദൈവം വികസിപ്പിക്കും. കർത്താവിന്റെ കൃപയാൽ ഞങ്ങളോടുകൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന 17 സഭകളുണ്ട്. അല്ലെ, ദൈവം വിശാലമായ വാതിൽ തുറന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഓടിയെത്തുവാൻ സാധിക്കും. ഞാൻ ഇന്നലെ അനൂപിനോട് പറഞ്ഞു, ഒരു ദിവസമെങ്കിലും ഒന്ന് ഇരിക്കാൻ ആഗ്രഹം. എന്നാൽ ഇരിക്കാൻ പറ്റാത്തവണ്ണം എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു പരിപാടി. ദൈവം വിശാലമായ വാതിൽ, അത് ചർച്ചിന് വേണ്ടി മാത്രമല്ല, ട്രെയിനിങ്, സ്കൂൾ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് എന്ന് വേണ്ട കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, ദൈവം വിശാലമായ വാതിൽ നേപ്പാളിൽ തുറന്നിരിക്കുകയാണ്. ഞാൻ കർത്താവിന്റെ ദാസനോട് സഭയോടും പറയുന്നു, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒരു മിഷൻ ട്രിപ്പ് പ്ലാൻ. അതെന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ ഉള്ളിൽ ഒരു ആത്മഭാരം വരണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാണണം. ഒന്നെങ്കിൽ കാണണം, അല്ലെങ്കിൽ കേൾക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ഈ നേപ്പാളിനെ പറ്റിയൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു ഒരു ഒരു എൻകറേജ്മെന്റ്. ഈ ആഴ്ച മുഴുവൻ മിഷനെ പറ്റിയാണല്ലോ. നാളത്തെ ദൈവദാസനെ ശുശ്രൂഷിക്കുമ്പോൾ ഒരു ചെറിയ ഒരു ഇഗ്നൈറ്റ്, ഒരു സ്പാർക്ക് ഉണ്ട്. അത് നല്ല കാര്യം. എന്നാൽ പോയി കാണുമ്പോൾ കുറച്ചും കൂടെ ഒരു സ്പാർക്ക്. ഞാൻ 2016 ആദ്യമായിട്ട് നേപ്പാളിൽ, 2006 ആദ്യമായിട്ട് നേപ്പാൾ. 2006 നേപ്പാളിൽ വരുമ്പോൾ ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുകയാണ്. അന്ന് ഇവിടെ മാവോയിസ്റ്റിന്റെ പ്രശ്നങ്ങൾ അതിരൂക്ഷമായിരിക്കുക. മാവോയിസ്റ്റുകൾ ആർമിക്കെതിരെ ബോംബിടുന്നു, വെടിവെപ്പ് നടക്കും, ആകെ പ്രശ്നം. എനിക്ക് തിരിച്ചു വരാൻ പോലും കഴിയാതെ 30 കിലോമീറ്റർ ഒരു സൈക്കിൾ ചവിട്ടിയാണ് ഞാൻ ബോർഡറിലെത്തുന്നത്. അങ്ങനെ പാട്നയിൽ നിന്ന് ട്രെയിനിൽ തിരിച്ചു പോകുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, ഈ ദേശത്തിലേക്കാണോ നീ എന്നെ വിട്ടിരിക്കുന്നത്? ഒട്ടും സേഫ് അല്ലല്ലോ. എന്നാൽ ആ തിരിച്ചു പോകുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ എന്തോ ഒരു സമാധാനം. കർത്താവ് പറയുകയാണ്, നേപ്പാളിന് വേണ്ടി ഞാൻ നിന്നെ വിളിച്ചിരിക്കും. 2006 ആ ഒരു ട്രിപ്പ്, ആ 2 മാസം വന്ന് അനേക മലകളിൽ നടന്നുപോയി, അനേക സഭകളിൽ ശുശ്രൂഷിച്ചു. ആ ആളുകളുടെ കൂടെ ആളുകളെ കാണാനും അവരെ പരിചയപ്പെടാനും അത് എൻ്റെ ദൃഷ്ടിയെ തുറന്നു. ഹല്ലേലൂയ. കണ്ടു കഴിയുമ്പോൾ, കേട്ട് കഴിയുമ്പോൾ, നെഹമ്യാവിന് എങ്ങനെയാണ് ഒരു ദർശനം ലഭിക്കുന്നത്? നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ആരോ വന്ന് നെഹമ്യാവിനോട് പറയുകയാണ്, യെരൂശലേമിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടുകിടക്കുന്നു. The gates are on fire. അത് കേട്ടപ്പോൾ നെഹമ്യാവ്, രാജകൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന നെഹമ്യാവ് അവിടെ തന്നെ ഇരിക്കുകയല്ലേ. നെഹമ്യാവ് പറയുകയാണ്, രാജാവിനോട് പെർമിഷൻ ചോദിച്ചു, എനിക്ക് പോകണം. അങ്ങനെ 1-ാം അധ്യായം 2-ാം അധ്യായത്തിൽ നെഹമ്യാവ് പോവുകയാണ്. നെഹമ്യാവ് അത് ചെന്ന് കണ്ടപ്പോൾ നെഹമ്യാവിന്റെ കാഴ്ചപ്പാട് മാറുകയാണ്. 2-ാം അധ്യായത്തിൽ നെഹമ്യാവ് പറയുന്നു, വരിക, നമുക്ക് പോകണം, ആ ദേശത്തെ വിടുവിക്കണം. കേട്ട് കഴിഞ്ഞപ്പോൾ, കണ്ടു കഴിഞ്ഞപ്പോൾ അവന്റെ ഉള്ളിൽ ഒരു ദർശനം ഉളവെടുക്കും. എന്താണ് ദർശനം? ദർശനത്തിനൊക്കെ നമ്മൾ ഒരു വ്യാഖ്യാനം കൊടുക്കുകയാണ്. ദൈവം എന്നെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു അത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതാണ് ദർശനം. ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് എന്താണെന്ന് എനിക്ക് വെളിപ്പെട്ട് കഴിഞ്ഞാൽ അതെന്റെ ദർശനമായി. ഉദാഹരണത്തിന് ബാംഗ്ലൂർ ആയിരിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു, മൈ വിഷൻ ഇസ് ടു ഗോ ടു നേപ്പാൾ. എന്റെ ദർശനമല്ലല്ലോ അത് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ദർശനം. എനിക്ക് അത് ദൈവം വെളിപ്പെടുത്തി തന്നു, റിവീൽ ചെയ്തു, എനിക്ക് മനസ്സിലായി. അത് ദൈവം എനിക്ക് റിവീൽ ചെയ്തപ്പോൾ അതെന്റെ ദർശനമായി മാറി. ഇത്രയേ ഉള്ളൂ വിഷൻ എന്ന് പറയുന്നത്. എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പർപ്പസ്. വാട്ട് ഇസ് ഗോഡ്സ് പർപ്പസ് ഫോർ മീ? ആൻഡ് വെൻ ദാറ്റ് ഇസ് റിവീൽഡ് ടു മീ, ദാറ്റ് ബിക്കംസ് മൈ വിഷൻ. അപ്പോൾ ഈ വിഷൻ ലഭിക്കണമെങ്കിൽ, ഈ ദർശനം കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യമേ എന്തുണ്ടാകണം? ഒരു ബേർഡൻ. ആത്മഭാരം ഉണ്ടാകണം. ആത്മഭാരമില്ലാതെ ദർശനത്തിലേക്ക് പോകാൻ സാധിക്കും. ആത്മഭാരം ഉണ്ടാകണമെങ്കിൽ ഒന്നെങ്കിൽ കേൾക്കണം, അല്ലെങ്കിൽ കാണണം. നേപ്പാളിൽ വരാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾ ചെറിയ ചെറിയ മിഷൻ ട്രിപ്സിന് പോവുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ 10-ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ ഷോർട്ട് ടേം മിഷൻ ട്രിപ്സിന് അയക്കുക. സ്തോത്രം. അവർ കാണട്ടെ, അവർ കേൾക്കട്ടെ.
അത് കേട്ട് കഴിയുമ്പോൾ, കണ്ടു കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ആത്മഭാരം വരും. ആത്മഭാരം ഇങ്ങനെ ഉള്ളിൽ കടന്ന് 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 അത് അത് മൾട്ടിപ്ലൈ ചെയ്യും, അത് വർദ്ധിക്കും. അപ്പോഴാണ് ഇത് ദർശനമായി മാറുന്നത്. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കും, ദൈവം ഓരോ രാജ്യത്തും എനിക്ക് വേണ്ടി വാതിലുകൾ തുറന്നിട്ടുണ്ട്. ബോബ് പിയേഴ്സ് എന്ന് പറയുന്ന ദൈവദാസൻ, വേൾഡ് വിഷന്റെ ഡയറക്ടർ, വേൾഡ് വിഷന്റെ സ്ഥാപകനായി അദ്ദേഹം UK സ്ലംസിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, ലോർഡ് ബ്രേക്ക് മൈ ഹാർട്ട് വിത്ത് ദ തിങ്സ് ദാറ്റ് ബ്രേക്ക് യുവർ ഹാർട്ട്. ദൈവമേ, നിന്റെ ഹൃദയം ഏത് വിഷയം കൊണ്ട് തകരുന്നുവോ ആ വിഷയം എൻ്റെ ഉള്ളിലിട്ട് എൻ്റെ ഹൃദയത്തെ തകർക്കണമേ എന്ന് ബോബ് പിയേഴ്സ് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, എൻ്റെ ഒരു ആപ്തവാക്യമാണ്. കർത്താവെ, അങ്ങയുടെ ഹൃദയം നേപ്പാളിന് വേണ്ടി എവിടൊക്കെയാ തകരുന്നത്, അതേ വിഷയം എൻ്റെ ഉള്ളിലിട്ട് എൻ്റെ ഹൃദയത്തെ തകർക്കണമേ. ദൈവം നേപ്പാളിൽ വിശാലമായൊരു വാതിൽ തുറന്നിരിക്കുകയാണ്. എവിടെ പോയി ചർച്ച് പ്ലാൻ ചെയ്താലും 2 വർഷത്തിനുള്ളിൽ 10-30 പേരെ സ്നാനപ്പെടുത്താൻ സാധിക്കും. ഇന്നിനി ചർച്ച് പ്ലാന്റിങ്ങിന്റെ ആവശ്യമില്ല, അതുപോലെ ചർച്ചുകൾ ആയിക്കഴിഞ്ഞു. ഇന്നത്തെ നീഡ് എന്ന് പറയുന്നത് ദ നീഡ് ഫോർ ഡിസൈപ്പിൾഷിപ്പ്. വിശ്വാസത്തിലേക്ക് വന്നവർ, നമ്മുടെ ഒരു ചർച്ച് ഒരു ഗ്രാമത്തിലുണ്ടെങ്കിൽ ആ ഗ്രാമത്തിൽ 55 കുടുംബം ഉണ്ടെങ്കിൽ 55 കുടുംബവും സ്നാനപ്പെട്ടവരാണ്. എന്നാൽ ഇവരെ ദൈവവചനം പഠിപ്പിക്കുവാൻ ആളില്ല, ഇവർക്ക് പാസ്റ്റർ ഇല്ല. ആരെയോ ഒരു വ്യക്തിയെ പിടിച്ചങ്ങ് പാസ്റ്റർ ആക്കിയിരിക്കുക. പുള്ളിക്ക് പ്രസംഗിക്കാനും അറിയത്തില്ല, പഠിപ്പിക്കാനും അറിയത്തില്ല. എന്നാൽ ഒരു കാര്യം പുള്ളിക്ക് അറിയാം, പുള്ളി ഒരു കാര്യം പഠിപ്പിച്ചു, നമ്മൾ മൂർത്തി പൂജ വിടണം, ബിംബാരാധന വിടണം. അങ്ങനെ അവർ ബിംബാരാധന വിട്ടു. ഓക്കെ, അവരിന്ന് യേശുവിനെയാണ് ആരാധിക്കുന്നത്. എന്നാൽ അവരുടെ ജീവിതത്തിന് പരിവർത്തനമില്ല. അവരിന്നും പഴയ ഓൾഡ് ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുകയാണ്. അവർ മദ്യപിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു, അവർ ഖൈനി കഴിക്കുന്നു, പഴയ ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുക. സ്നാനപ്പെട്ടു. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു നേപ്പാളിന്റെ നീഡാണ് ഡിസൈപ്പിൾഷിപ്പ്. അവരെ പോയി ദൈവവചനം, അവരെ ശിഷ്യത്വത്തിലേക്ക് നടത്തും. അതൊരു വലിയൊരു നീഡാണ്. അതിനുവേണ്ടി വിശാലമായ ആ വിശാലത്തിന്റെ ആ ദീർഘം എനിക്ക് പറയുവാൻ സാധിക്കില്ല. എത്രയോ മലകൾ. ഞങ്ങൾ പോകുന്ന, ഞങ്ങളുടെ ഏറ്റവും അൾട്ടിമേറ്റ്, ഞങ്ങളുടെ സഭയിരിക്കുന്ന ഒരു മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2-2.5 മണിക്കൂർ ബൈക്കിൽ പോയതിനു ശേഷം 8 മണിക്കൂർ മല കയറണം. എന്നാൽ ഇന്ന് അവിടെയൊക്കെ റോഡ് എത്തി. ആദ്യമൊക്കെ ഞങ്ങൾ 8 മണിക്കൂർ മല കയറി പോവായിരുന്നു. ഇന്ന് അവിടെയൊക്കെ റോഡ് വന്ന് ഞങ്ങൾക്ക് ബൈക്കിൽ ചെന്നു. എന്നാൽ നേപ്പാൾ ഇന്നും സ്ഥലങ്ങളുണ്ട്. ഏകദേശം 14 മണിക്കൂർ സുമോയിൽ മല കയറിയതിനു ശേഷം ആ വണ്ടി അവിടെ നിർത്തി 2 ദിവസം നടന്ന് എത്തേണ്ട മലകൾ ഇന്ന് നേപ്പാളിലുണ്ട്. ഈ 2 ദിവസം നടന്ന് അവിടെ എത്തുമ്പോൾ അവിടെയും ഉണ്ട് വിശ്വാസികൾ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? സുവിശേഷത്തിന്റെ ശക്തി എന്ന് പറയുന്നത് നമുക്ക് ആർക്കും അളക്കുവാൻ സാധിക്കില്ല. ഈ 2 ദിവസം 14 മണിക്കൂർ വെസ്റ്റ് നേപ്പാളിൽ നമ്മൾ വാഹനത്തിൽ പോയതിനു ശേഷം 2 ദിവസം നമ്മൾ നടന്നു ചെല്ലുമ്പോൾ അവിടെയും വിശ്വാസികളുണ്ടെന്ന് പറഞ്ഞാൽ ദൈവമക്കളെ ഒന്ന് ഓർത്തു നോക്കിയേ. സുവിശേഷത്തിന്റെ പവർ, ദ പവർ ഓഫ് ദ ഗോസ്പൽ. ഓ, എത്രയോ നമുക്ക് അതിശയം കൂറുമാർ സുവിശേഷം പെനട്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു വലിയ ശക്തിയാണ്. കർത്താവ് നമുക്ക് മുൻപേ അവിടെ ആരെയൊക്കെ അയച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വാതിലുകൾ വിശാലമാണ്. എഡ്യൂക്കേഷന് വേണ്ടി വാതിലുകൾ വിശാലമാണ്. ഇവിടുത്തെ മലകളിൽ 3-ാം ക്ലാസ് 2-3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ല, അവർക്ക് എന്തില്ല, വിദ്യാഭ്യാസമില്ല, ABCD എഴുതാൻ അറിയത്തില്ല. അങ്ങനെയാണ് ഞങ്ങളൊരു മോണ്ടെസറി ആരംഭിച്ചത്. ഈ വർഷം തൊട്ട് ആ മോണ്ടെസറി ഒന്ന് വ്യാപിപ്പിക്കണമെന്ന് ആഗ്രഹം. അങ്ങനെ വിവിധ ഗ്രാമങ്ങളിൽ, നമ്മുടെ സഭകളുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ ടീച്ചേഴ്സിനെ ട്യൂഷനുകൾ ആരംഭിച്ചു. ട്യൂഷൻ സെന്റർ. ഞാൻ പറഞ്ഞത് വിശാലമായ വാതിലുകൾ ദൈവം തുറന്നിരിക്കും. ഹെൽത്തിന് വേണ്ടി ഇവിടെ വിശാലം. ഇവിടെ മലകളിലൊക്കെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും. ഹെൽത്ത് കെയർ സെന്റേഴ്സ് ഇല്ല. ഞാൻ പറയുന്നത് MSW കഴിഞ്ഞവര് ഇവിടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന് വേണ്ടി ആവശ്യമാണ്. എന്താണ് നമ്മുടെ പ്രൊഫഷൻ? വാട്ട് ഈസ് അവർ പ്രൊഫഷൻ? ആ പ്രൊഫഷനെ ബേസ് ചെയ്തുകൊണ്ട് ഇവിടെ കർത്താവിന്റെ വേല ചെയ്യുവാൻ സാധിക്കും. എന്റെ സമയം അതിവേഗം പോകും. വചനത്തിൽ എവിടെയും കയറിയില്ല, ക്ഷമിക്കുക. ഹല്ലേലൂയ. വിശാലമായൊരു വാതിൽ. ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര ഓപ്പണാണ്. ഓപ്പർച്യൂണിറ്റീസ് വളരെയധികം. ഞാൻ നേപ്പാളിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നേപ്പാൾ മാത്രമല്ല,
ലോകത്തെവിടെയും ഓപ്പർച്യൂണിറ്റീസ് ദൈവം തുറന്നു തന്നിരിക്കുകയാണ്. കേരളത്തിലെ അവസരങ്ങളൊക്കെ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. So, കേരളത്തിൽ എന്റെ ദൈവവചന ശുശ്രൂഷയിൽ എനിക്ക് പറയുവാനുള്ള ഒരേ ഒരു കാര്യം, ഇവിടെ അവസരങ്ങൾ കുറഞ്ഞു വരുന്നു. അവസരങ്ങൾ ഉള്ളിടത്തേക്ക് നാം ചെല്ലണം. സ്തോത്രം. ഹല്ലേലൂയ. അവസരങ്ങൾ നേപ്പാളിൽ വിശാലമാണ്. ഹല്ലേലൂയ. നോർത്ത് ഇന്ത്യയിലെ പല വാതിലുകളും അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നേപ്പാളിൽ ദൈവം തുറന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നേപ്പാളിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കണമല്ലോ. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ നാം കൊർന്നല്യോസിന്റെ ആ ആ ആ കഥ നാം നോക്കുമ്പോൾ ദൈവം 4 രീതിയിലുള്ള വാതിലുകളാണ് അവിടെ തുറന്നു. അതുകൊണ്ട് പറഞ്ഞ് ഞാൻ ഇരിക്കുവാനായി. അപ്പോസ്തല പ്രവൃത്തി 10 നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ നമുക്കറിയാവുന്ന ഭാഗമാണ്. ദൈവം 4 വാതിലുകൾ അവിടെ തുറക്കുകയാണ്. ഒന്ന്, ദൈവം കൊർന്നല്യോസിന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കും. അത് വളരെ അത്യാവശ്യം. ഒരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ വാതിൽ നമുക്ക് തുറക്കാൻ പറ്റത്തില്ല. അത് ദൈവമാണ് തുറക്കേണ്ടത്. നമ്മളെ കർത്താവ് അയച്ചിരിക്കുന്നത് സുവിശേഷം പങ്കുവെക്കുവാനാണ്. നാം സുവിശേഷം പങ്കുവെക്കുമ്പോൾ നാം ചെല്ലുന്നതിന് മുൻപ് തന്നെ ദൈവം ആ വ്യക്തിയുടെ ഹൃദയത്തെ തയ്യാറാക്കുകയാണ്. ദൈവം ആ വ്യക്തിയുടെ ഹൃദയത്തെ ഒന്ന് ഉഴുതു മറിഞ്ഞ് ഒരു 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 വയൽ പോലെ ആ വിത്ത് പാകുവാൻ പാകമായ ഒരു അവസ്ഥയിലേക്ക് ദൈവം ആ വ്യക്തിയുടെ ഹൃദയത്തെ കൊണ്ടുവരും. അങ്ങനെ നാം സുവിശേഷം പങ്കുവെക്കുമ്പോൾ ഹൃദയത്തെ തുറക്കുന്നത് ദൈവമാണ്. ലൂദിയയുടെ ഹൃദയം തുറന്നത് ദൈവമാണല്ലോ. അതുകൊണ്ട് ഹൃദയത്തെ തുറക്കുവാനുള്ള അവകാശം നമുക്കില്ല. അത് ദൈവത്തിൻ്റെതാണ്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് വിത്ത് വിതയ്ക്കുവാണ്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ ദൈവം കൊർന്നല്യോസിന്റെ ഹൃദയത്തെ തുറന്നു. 2, ദൈവം ശിമോന്റെ വീടിന്റെ വാതിൽ തുറന്നു. 3, ജാതികൾക്ക് വേണ്ടി ദൈവരാജ്യത്തിന്റെ വാതിൽ തുറന്നു. ഇത് 3ഉം ദൈവം തുറക്കുന്ന വാതിൽ. എന്നാൽ 4-മത്തെ ഒരു വാതിലാണ് അവിടെ വളരെ ഇമ്പോർട്ടൻറ്റ്. ദൈവം പത്രോസിന്റെ മനസ്സിന്റെ വാതിൽ തുറന്നു. ഞാനിന്ന് വിശ്വസിക്കുന്നു ആദ്യത്തെ 3 വാതിൽ ദൈവം തുറന്നിട്ടിരിക്കുകയാണ്. 4-മത്തെ വാതിലാണ് തുറക്കേണ്ടത്. ആദ്യത്തെ വാതിൽ കൊർന്നല്യോസിന്റെ ഹൃദയത്തെ തുറക്കുന്ന ദൈവം, പല പത്രോസുമാരുടെ വീടിന്റെ വാതിൽ തുറക്കുന്ന ദൈവം, അന്യജാതികൾക്ക് വേണ്ടി ദൈവരാജ്യത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്ന ദൈവം. ഇനിയും ദൈവം എന്ത് തുറക്കണം? പത്രോസുമാര് നമ്മളാണ്. നമ്മുടെ മനസ്സിന്റെ വാതിലൊന്ന് ദൈവം തുറക്കണം. കാരണം എന്താണെന്നറിയാം, നമ്മൾ വളർന്നു വന്നൊരു സാഹചര്യം, നമ്മുടെ ഈ ഒരു പെന്റക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മളൊരു ഒരു ഒരു ബോക്സിനകത്താണ് വളർന്നത്. ഒരു ലിമിറ്റേഷനിലാണ് നമ്മൾ വളർന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ പെന്റക്കോസ്റ്റ് നമ്മളൊരു ഒരു ബൗണ്ടറിയിലാണ് വളർന്നത്. അതിന് അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മൾ ഇന്ന് ഇവിടം വരെയൊക്കെ എത്തിയില്ല. കേരള പെന്റക്കോസ്റ്റലിസത്തെ ഞാൻ എതിർക്കുകയല്ല. അതിന് അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട്. എന്നാൽ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മാത്രമേ ഉള്ളൂ, ബാക്കി ഒന്നും ശരിയല്ല എന്നുള്ളൊരു ചിന്താഗതിയിലാണ് നമ്മൾ വളർന്നു വന്നത്. ഒരു ബോക്സിന്, ഒരു ലിമിറ്റേഷനിൽ, ഒരു 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 ബൗണ്ടറിക്കകത്താണ് നമ്മൾ വളർന്നത്. ഒരു എത്നോസെൻട്രിസം എവിടെയോ നമ്മുടെ ഉള്ളിൽ കയറി. നമ്മൾ ഒഴികെ മറ്റൊന്നും ശരിയല്ല. എന്നാൽ ഇത് പത്രോസിന്റെ മനസ്സിലും ഉണ്ടായിരുന്നു. ഇത് അശുദ്ധമാണല്ലോ, ഇതെങ്ങനെയാ ഞാൻ തിന്നുന്നത്? പത്രോസിന്റെ മനസ്സിലൊരു ഒരു 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 മതില് പത്രോസ് പണിതിരിക്കുക. എന്നാൽ ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? ദൈവം ഗോഡ് ബേൺഡ് ഹിസ് വാൾസ്. ദൈവം അവന്റെ മതിലുകളെ അങ്ങ് ഇടിച്ചു. ഗോഡ് ബ്രോക്ക് ഹിസ് വാൾസ്. ദൈവം അവന്റെ മതിലുകളെ ഇടിച്ചു കളഞ്ഞിട്ട് ദൈവം അവിടെ ചില ബ്രിഡ്ജസ് പണിയും. ഇന്ന് നാം ദൈവത്തോട് പറയേണ്ടത്, ലോർഡ് ബ്രേക്ക് മൈ വാൾസ് ആൻഡ് ഹെൽപ്പ് മീ ടു ബിൽഡ് ബ്രിഡ്ജസ്. നമുക്കിന്ന് പാലങ്ങൾ ആവശ്യം, മതിലുകളല്ല. അല്ലെ, നമ്മൾ വളർന്നു വന്ന സഭകളൊക്കെ മതിലുകൾ പണിതു. മതിലുകൾ, വലിയ മതിലുകൾ പണിതു, ആത്മീയമായ കോട്ടകൾ പണിതു. എക്സ്ക്ലൂസിവിസ്റ്റ് ആയിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റി. യെസ്, ഞങ്ങൾ നേരെ അങ്ങ് സ്വർഗത്തിൽ പോകുന്നവരാണ്. ഞങ്ങളുടെ ഈ കൂട്ടായ്മ, നമ്മൾ അതിൽ ഒതുങ്ങിക്കൂടി. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറയട്ടെ, കാനഡയിൽ നിങ്ങൾ ഈ ചർച്ച് ആരംഭിച്ചിട്ട് ഒത്തിരി നാളായിട്ടില്ലെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. നിങ്ങൾ എന്തെങ്കിലും മതിലുകൾ പണിതിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ആ മതിലിനെ അങ്ങ് ഇടിക്കണം. ആ മതിലിനെ അങ്ങ് ഇടിച്ചിട്ട് പാലങ്ങൾ പണിയണം. 4 സൈഡിലേക്കും ബ്രിഡ്ജസ്, ബിൽഡ് ബ്രിഡ്ജസ്. മതിലുകളൊക്കെ യേശുവിന്റെ നാമത്തിൽ അങ്ങ് ഇടിക്കണം. എന്നിട്ട് കർത്താവിനോട് പറയണം,
ഹല്ലേലൂയ. കൊർന്നല്യോസിന്റെ ഹൃദയത്തെ തുറന്ന ദൈവം, ഷിമോന്റെ വീടിന്റെ വാതിൽ തുറന്ന ദൈവം, അന്യജാതികൾക്ക് വേണ്ടി ദൈവരാജ്യത്തിന്റെ വാതിലുകൾ തുറന്ന ദൈവമേ, ഞങ്ങളുടെ മനസ്സിന്റെ വാതിലിനെ ഒന്ന് തുറക്കണമേ. അതായിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന. ഹല്ലേലൂയ. കാരണം ദൈവം വിശാലമായ ഒരു വാതിൽ നമുക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട്. എത്രയോ രാജ്യക്കാരാണ്, എത്രയോ രാജ്യക്കാരാണ് അവിടെ വന്ന് കിടക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ UK ചെന്നപ്പോൾ എനിക്ക് അതിശയം തോന്നി. അവിടെയുള്ള പഞ്ചാബി ചർച്ച് ഡയസ്പോറിക് മിഷന് വേണ്ടി അവർ ചെയ്യുന്ന കാര്യം. പഞ്ചാബികൾ ഒത്തിരി പേര് UK അയ്യോ, ആ ഡയസ്പോറയിലുള്ള പ്രവാസികളായിട്ടുള്ള പഞ്ചാബികളുടെ ഇടയിലോട്ട് ആ ചർച്ച ഇറങ്ങി ചെല്ലുകയാണ്. പഞ്ചാബി ചർച്ച് ഹ്യൂജ് ചർച്ചസ് ആണ് പഞ്ചാബികളുടെ ഇടയിൽ അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നാട്ടിലെ ഒരു നല്ല കാര്യം, കേരളത്തിലെ ഒരു നല്ല കാര്യം ഞാൻ പറയാം. നമ്മൾ മലയാളികളുടെ ഇടയ്ക്ക് മാത്രം ഫോക്കസ് ചെയ്തു. എന്നാൽ ആരോ നാട്ടിൽ വരുന്ന ഹിന്ദിക്കാരുടെ ഇടയ്ക്ക് വർക്ക് തുടങ്ങി. നിങ്ങൾക്ക് നാട്ടിലെ അവസ്ഥ അറിയാമെങ്കിൽ ഇന്ന് മിക്ക ജില്ലകളിൽ ജോലിക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്ന നോർത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഒരു വലിയ ഉണർവ് നടന്നുകൊണ്ടിരിക്കുകയും, സ്തോത്രം, എത്രയോ ഹിന്ദി ചർച്ചസ് അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. എനിക്ക് വളരെ സന്തോഷം തോന്നി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ ഹിന്ദിക്കാരുടെ ഇടയ്ക്കുള്ള ഈ പ്രവർത്തനം കണ്ടിട്ട് എന്റെ ഹൃദയം ദൈവത്തെ ഹല്ലേലൂയ ആനന്ദിക്കുവാനിടയായിട്ട്. അത് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാഴ്ചപ്പാടാണ്. നമ്മുടെ മലയാളികളുടെ മനസ്സിന്റെ വാതിൽ ദൈവം എന്ത് ചെയ്തു? തുറന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ മലയാളികളുടെ ഇടയ്ക്ക് മാത്രമല്ല, ഇവിടെ കടന്നു വരുന്ന ഹിന്ദിക്കാരുടെ എന്റെ ബ്രദറിലോ ഒക്കെ ആ മൂവ്മെന്റിന്റെ ഒരു ഭാഗമാണ്. ഹല്ലേലൂയ. എറണാകുളത്ത് നിന്ന് എല്ലാ ദിവസവും ക്ലാസ് എടുക്കാൻ വേണ്ടി ആ അനുഭവങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നി ദൈവം ഇന്നും പ്രവർത്തിക്കുകയാണ്. ഡയസ്പോറിക് മിഷൻ, ആ വാക്ക് നിങ്ങൾ കുറിച്ചിടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റിയിലേക്ക് പോയ, അസിരിയൻ ക്യാപ്റ്റിവിറ്റിയിലേക്ക് പോയ, പ്രവാസത്തിലേക്ക് പോയ ജനങ്ങളുടെ ഇടയിൽ പഴയ നിയമം മുതലേ ദൈവം പ്രവർത്തിച്ച ഒരു ദൈവമാണെങ്കിൽ ആ ദൈവത്തിന്റെ പ്രവർത്തനത്തിന് ഇന്നും ഒരു കുറവ് വന്നിട്ടില്ല. ദൈവസഭയോട് ഞാൻ പറയുന്നു, പ്രവാസികളുടെ ഇടയിൽ, പ്രവാസികൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഒരു ബുദ്ധിമുട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. പ്രവാസികൾ എന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊരു ചഞ്ചലപ്പെട്ട് കിടക്കുന്ന ഒരു ഹൃദയം. കാരണം സ്വന്തം ദേശം വിട്ടു, സ്വന്തം ദേശത്തൊരു സുരക്ഷിതത്വം ഉണ്ടായിരുന്നു, സ്വന്തം ദേശത്ത് ഒരു കംഫർട്ട് ഉണ്ടായിരുന്നു. അവരവിടുന്ന് വിട്ടൊരു പുതിയ ദേശത്ത് വരുമ്പോൾ ദേ ആർ വീക്ക്, ദേ ആർ വൾണറബിൾ. ആ വൾണറബിലിറ്റിയുടെ ഇടയിൽ കർത്താവിന് പ്രവർത്തിക്കുവാൻ ചില ആവശ്യങ്ങളുണ്ട്. എൻ്റെ സമയം തീരുമ്പോൾ ഞാൻ നിർത്തട്ടെ. എനിക്ക് സമയം അനുവദിച്ചു തന്ന കർത്താവിന്റെ ദാസനോട് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ദൈവം ഈ പ്രവർത്തനത്തെ മാനിക്കട്ടെ. കാനഡയിൽ ഹല്ലേലൂയ ഡയസ്പോറ, പ്രവാസികളുടെ ഇടയിലേക്ക് ദൈവം നമുക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. വലിയതും വിശാലമായ ആ വാതിൽ കാണുവാൻ കർത്താവ് നമ്മുടെ പത്രോസുമാരുടെ അകക്കണ്ണുകളെ ദൈവം തുറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, നേപ്പാളിനെ നിങ്ങൾ ഓർക്കുക. ഞങ്ങൾക്ക് ചെയ്യാവുന്നതിൽ അധികം അവർ ഹാൻഡ്സ് ആർ ഫുൾ. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, കേരളത്തിൽ നിന്ന് ഇനിയും ദർശനമുള്ള കാഴ്ചപ്പാടുള്ളവരെ കർത്താവ് അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.